ലെബനിലുള്ള ഹിസ്ബുള്ളയുടെ ആക്രമണത്തിന് തൊട്ടു പിന്നാലെ ഇപ്പോൾ യമനിൽ നിന്നും ഹൂത്തി വിമതർ ഇസ്രായേലിനെ ആക്രമിക്കുമെന്ന് പ്രസ്താവിച്ചിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഹൂത്തി വിമതർ അയച്ച ഒരു ഡ്രോൺ ഇസ്രായേൽ വീഴുകയും അതിൽ ഒരാൾ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു. മുൻപ് ജൂലൈ 20-ാം തീയതി ഇസ്രായേൽ യമനിൻ്റെ ഒരു തുറമുഖത്ത് ആക്രമണം നടത്തിയതിൻ്റെ പ്രതികാരമാണ് എന്നും പറയുന്നു. ഒപ്പം തന്നെ ഹിസ്ബുള്ളയെ പ്രശംസിക്കാനും ഹൂത്തി വിമതർ മറന്നിട്ടില്ല. ഹിസ്ബുള്ള ചെയ്തത് വളരെ പ്രശംസനീയമായ കാര്യമാണ് എന്ന് പറയുന്നതോടൊപ്പം തന്നെ ഉടൻ തന്നെ ഇസ്രായേൽ യമനിൻ്റെ തിരിച്ചടിയും നേരിടേണ്ടി വരും എന്ന് പറയുന്നു. ഏതായാലും ഇസ്രായേലിന് ചുറ്റുമുള്ള രാജ്യങ്ങളിൽ ഉള്ള ഇറാൻ്റെ നിഴൽ സംഘടന അല്ലെങ്കിൽ ഇറാൻ പിന്തുണയ്ക്കുന്ന ഹിസ്ബുള്ളയും ഒപ്പം തന്നെ ഹൂത്തി വിമതരുമെല്ലാം ഈ സമയം നോക്കി ഇസ്രായേലിനെ ആക്രമിക്കുക എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മറിയുകയാണ്. ഇപ്പോൾ ഒരു ഭാഗത്ത് ലെബൻ, ഒപ്പം തന്നെ മറുഭാഗത്ത് യമൻ, ഇവിടെയൊക്കെ ഹിസ്ബുള്ളയും ഒപ്പം തന്നെ ഹൂത്തി വിമതരുമൊക്കെ ഇറാൻ പിന്തുണയ്ക്കുന്ന സംഘങ്ങളാണ്, ഭീകര സംഘങ്ങളാണ്. ഇവരാണ് ഇപ്പോൾ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഹൂത്തി വിമതരുടെ ആക്രമണം കടുപ്പിക്കുകയാണെങ്കിൽ ചെങ്കടലിലടക്കം നങ്കൂരമിട്ടിരിക്കുന്ന അമേരിക്കയുടെ വാർഷിപ്പുകളടക്കം മിസൈൽ വർഷം നടത്തുമെന്നുള്ള വാർത്തകളും പുറത്തു വരുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസിൻ്റെ മലയാളം.